അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, നാം ശ്രേഷ്ഠമായ പുതുവർഷത്തിലേക്ക്, മുഹറം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിജ്റ വർഷം അതിൻ്റെ ആരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും തഖ്വയോടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വർഷത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അവൻ്റെ പ്രത്യേകമായ കാവലിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ആരാധനകളും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഹിജ്റയുടെ കണക്കനുസരിച്ചാണ്. നമ്മുടെ കാര്യങ്ങൾ മുഴുവനും ഹിജ്റ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർഷ ആരംഭം ഹിജ്റയുടെ വർഷമാണ്. 1447 നിന്ന് 1448 നമ്മൾ കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹിജ്റ എന്ന് പറയുന്നത് ഒരു വർഷം നമ്മിൽ നിന്ന് കഴിയുമ്പോൾ ആ വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനരവലോകനം ചെയ്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ളൊരു പ്രതിജ്ഞ എടുക്കൽ കൂടെ വേണ്ടുന്ന സന്ദർഭമാണ് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ഖബറുമായി പരലോകവുമായി ഒരു വർഷവും കൂടെ അടുപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ, കാരണം മരണം ഏത് സമയമാണ് നമ്മെ പിടികൂടുക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ മരണവുമായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ മുഴുവനും മനസ്സിലാക്കുകയും ആ തെറ്റുകുറ്റങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും മേലിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പുതുവർഷത്തിൻ്റെ ആദ്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഹിജ്റ എന്നുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ കലണ്ടർ ഹിജ്റയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹിജ്റ പ്രസക്തമാകുന്നത്? ഹിജ്റ എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവമാണ് ഹിജ്റ. ആ സംഭവമായിട്ടാണ് നമ്മുടെ വർഷത്തെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തിയതിന് ശേഷം പറയുകയുണ്ടായി, അൽ ഹിജ്റത്തു ഫറഖത്ത് മിനൽ ഹഖി വൽ ബാത്തിൽ. ഹക്കും ബാത്തിലും വേർതിരിച്ചതാണ് ഹിജ്റയിലൂടെ. മക്കയിലുള്ള പ്രയാസകരമായ 13 വർഷത്തെ ജീവിതം, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതം, ആ ജീവിതത്തിലുടനീളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ക്ഷമ പഠിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും നബിയെ, ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങ് കാണുന്നില്ലയോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സങ്കടം പറഞ്ഞ സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്, പ്രിയപ്പെട്ട സ്വഹാബത്തെ ക്ഷമിക്കുക. കാരണം നമ്മുടെ മുൻഗാമികളായ പലരെയും വലിയ വലിയ കുഴികളുണ്ടാക്കി ആ കുഴികളിലേക്ക് ഇറക്കി നിർത്തി പച്ചമാംസത്തിൽ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് മാംസങ്ങൾ കൊളുത്തി വലിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളായ സ്വഹാബത്തിനെ ക്ഷമ പഠിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട 13 വർഷം, നുബുവത്തിന് ശേഷമുള്ള 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയിൽ ജീവിച്ചു. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാകുകയാണ്. ആ യാത്ര അത് ഒരു വല്ലാത്ത യാത്രയാണ്. കാരണം
ജനിച്ച നാടും ആ നാട്ടിലുള്ള മുഴുവൻ ബന്ധങ്ങളും ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ ജോലിയും കച്ചവടവും തൊഴിലും വീടും വേണ്ടി വന്നാൽ ഭാര്യയും അതുപോലെ കുടുംബത്തെയും പോലും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു നാട്ടിലേക്കുള്ളൊരു യാത്ര, പുറപ്പെട്ട നാട്ടിലേക്ക് എത്തിച്ചേരുമോ എന്ന് ഉറപ്പില്ലാത്ത യാത്ര, വഴിയിൽ വെച്ച് എന്തും സംഭവിക്കാം. ഇങ്ങനെ തങ്ങളുടെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്ത് നടത്തിയ അവിസ്മരണീയമായ ആ ചരിത്ര സംഭവത്തിൻ്റെ മുഹൂർത്തങ്ങളെ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ ചർച്ച ചെയ്യപ്പെടണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഹിജ്റയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട, അപ്പോൾ ഹിജ്റ എന്ന് പറയുന്ന സംഭവം ഓരോ വർഷം നമ്മളിൽ കഴിയുമ്പോഴും വിശ്വാസി സമൂഹത്തെ അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നതിനും ആവേശം ജനിപ്പിക്കുന്നതിനും ഉപകരിക്കുന്ന ഒരു സംഗതിയാണെന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാകുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട്. കൂടെ യാത്ര ചെയ്യാൻ ആരുമില്ല, അധികാരമില്ല, പണമില്ല, സമ്പത്തില്ല, ഒന്നുമില്ലാതെ പ്രയാസത്തോടുകൂടി ജനിച്ച നാടിനോട് വിഷമത്തോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ യാത്ര പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ജനിച്ച നാട് വിട്ടുപോകാൻ ഒരിക്കലും ആഗ്രഹമില്ല, എന്നാലും എൻ്റെ ജനത നിങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കുന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ യാത്ര നടത്തുന്നത്. ഇതൊക്കെ ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് പാഠമാണ്. പ്രിയപ്പെട്ടവർ, ഹിജ്റയുടെ സന്ദേശം അതാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടു. അള്ളാഹുവിൽ തവക്കുലാക്കിയുള്ള യാത്രയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. എന്നിരുന്നാൽ പോലും ശക്തമായൊരു ആസൂത്രണത്തിലൂടെ വേണം ഈ യാത്ര എന്നുള്ള നബി തങ്ങളുടെ തീരുമാനം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള നേരായ പാത നബി തങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല. മറ്റൊരു പാതയായ സൗർ ഗുഹയിൽ ഒരു 3 ദിവസം താമസിച്ച് അതിനുശേഷം മദീനയിലേക്ക് പോകുന്ന വേറൊരു വഴിയിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. ഇരിക്കട്ടെ, ആദ്യമായി ആ സൗർ ഗുഹയിലെത്തി 3 ദിവസത്തെ താമസം. ആ സൗർ ഗുഹയിൽ ഇന്നും നമുക്കറിയാം, ചെങ്കുത്തായ മലയിലേക്ക് ഇന്നും ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർ പോലും അതിൻ്റെ ഉച്ചിയിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ആ ചെങ്കുത്തായ ഗുഹയിലേക്ക്, ആ പർവ്വതത്തിലേക്ക്, സൗർ പർവ്വതത്തിലേക്ക് കയറിയ സംഭവങ്ങൾ, ഓരോ സംഭവങ്ങളും ഹിജ്റ എന്നുള്ളത് വിശ്വാസിക്ക് ആവേശം നൽകുന്നത്. 50 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 53 വയസ്സുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിനും ഒരാളാണ് കൂടെയുള്ള സിദ്ദീഖെങ്കിലും അത് ചുറ്റിനും ഒരുപാട് ആളുകളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഒരു വേള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമലിലേറ്റി എന്നാണ് പറയുന്നത്. ആ മലയിലേക്ക് നബി തങ്ങൾ നടന്ന് ഒരല്പം കാലിനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിലേറ്റി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര. അങ്ങനെ സൗർ ഗുഹയിൽ ഒരുമിച്ച് അവരിരുന്നു. അവരൊരുമിച്ച് അവിടെ 3 ദിവസം താമസിച്ചു. ആ താമസങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ വളരെ വിശാലമാണ്, വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. എന്തായിരുന്നാലും ആ സന്ദർഭത്തിൽ ശത്രുക്കൾ അവിടെ എത്തിപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സമാധാനിപ്പിച്ചത് സൂറത്തുൽ ബഖറയിലൂടെ നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സാനിയ സുനൈനി ഇദ് ഹുമാ ഫിൽ ഗാർ, 2 പേര് ആ സൗർ ഗുഹയിലിരുന്ന സമയം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നമ്മുടെ മുകളിൽ ഇതാ ശത്രുക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു, അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മെ കണ്ടെത്തുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സിദ്ദീഖിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ 2 പേരല്ല സിദ്ദീഖെ, 3 പേരുണ്ട്. മൂന്നാമൻ അള്ളാഹുവായ 2 പേരെക്കുറിച്ച് എന്തിനാ പ്രയാസപ്പെടുന്നു? അള്ളാഹുവിൻ്റെ സംരക്ഷണം ഓഫർ ചെയ്തുകൊണ്ട് ആ സംരക്ഷണത്തിൻ്റെ ഉറപ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ യാത്ര അത് വല്ലാതെ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ആ യാത്രയിൽ നബി തങ്ങൾ ഒരു വധശ്രമത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും കൂടെ ഹിജ്റ പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞ ശത്രു സമൂഹം
അവർ നബിതങ്ങളെ വധിക്കാൻ ശ്രമിക്കുന്ന ആ വധശ്രമത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ആ യാത്ര അലി റളിയല്ലാഹു അൻഹുവിനെ പകരം വിരിപ്പിൽ കിടത്തി. നമുക്കൊക്കെ അറിയാം സംഭവം. എന്തായിരുന്നാലും അവർ പുറപ്പെട്ടതറിഞ്ഞു അബൂജഹൽ 100 ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് പ്രതീക്ഷയും ആവേശവുമാണ് ഹിജ്റ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 100 ഒട്ടകം പ്രതീക്ഷിച്ച് സുറാഖത്ത് നബി തങ്ങളെ പിന്തുടരുന്നുണ്ട്. സുറാഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടെത്തി, തൊട്ടടുത്തെത്തി അവരെ പിടികൂടുമെന്നുള്ള ഘട്ടം വരുമ്പോഴേക്കും സുറാഖത്തിന് കുതിര ഭൂമിയിലേക്ക് ആണ്ടുപോകുകയാണ്. സുറാഖത്തിന് മനസ്സിലായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ നടക്കൂലാന്ന്. അവിടെ നിന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സുറാഖത്തിൻ്റെ ആ ഒരു പ്രയാസം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സുറാഖത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും സുറാഖത്തിൻ്റെ മനസ്സിൽ 100 ഒട്ടകമാണ്. വീണ്ടും നബി തങ്ങളെ പിടിക്കാനാനു. അങ്ങനെ 3 പ്രാവശ്യം ആ ശ്രമിച്ചു എന്നുള്ളതാണ്. ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭവം അവിടെ വെച്ച് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സുറാഖത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സുറാഖത്തെ, നിനക്ക് 100 ഒട്ടകങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ലേ നീ ഞങ്ങളെ രണ്ടുപേരെയും പിന്തുടരുന്നത്? എന്നാൽ നിനക്ക് കിസ്റയുടെ കൈവളകൾ, കിസ്റയുടെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായ കൈവളകൾ നിൻ്റെ കൈകളിൽ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും? ഞാനിതാ നിനക്ക് ഇവിടെ വെച്ച് ഓഫർ പറയുകയാണ്, എന്നോട് ഉറപ്പ് പറയുകയാണ്, കിസ്റയുടെ കൈവളകൾ നിന്നിൽ അണിയിക്കപ്പെടുന്നൊരു ദിവസം വരും. അതുകൊണ്ട് നീ ഇപ്പോൾ തിരിച്ചു പോവുക, 100 ഒട്ടകത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ സമയം സുറാഖത്ത് അവിടെ ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവാണ്. ആ സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ആളാണ് സുറാഖത്തെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്ക് അവിടെ പാലിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള സുറാഖത്ത് പറയുന്നുണ്ട്, എന്നാൽ അതൊന്ന് എഴുതി തരുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരുവിധ മടിയും കൂടാതെ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയാം, ഉക്തുബിയ അബൂബക്കർ എഴുതി കൊടുക്ക്. ഒരു ചുളിഞ്ഞ് തുകൽ കഷണത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന് എഴുതി കൊടുക്കുന്നുണ്ട്, കിസ്റയുടെ കൈവളകൾ സുറാഖത്തിൻ്റെ കൈകൾ അണിയിക്കുന്നതാണ്. ആരാണ് പറയുന്നതെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടെ പറയുന്ന സമയം നോക്കണം, സന്ദർഭം നോക്കണം. ഒന്നുമില്ലാതെ ഇട്ട വസ്ത്രങ്ങളുമായി ഒരൊട്ടകപ്പുറത്ത് ജനിച്ച നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യപ്പെടുന്ന സമയത്ത് പോലും അള്ളാഹുവിലുള്ള അചഞ്ചലമായ ആ വിശ്വാസദാർഢ്യത ലോകത്തെ പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സിദ്ദീഖ് റളിയല്ലാഹുവിനെ എഴുതി കൊടുത്തു. സുറാഖത്ത് തിരിച്ചുപോയി. സംഭവം അവിടെ തീരുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മദീനയിലെത്തി. മദീന നിവാസികൾ മുഴുവനും താല അൽ ബദർ പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ ദിവസവും അവർ വീട്ടിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്, അവർ കാത്തിരിക്കുന്നത്. അവരവിടെ കാത്തിരിക്കുകയാണ്. മക്കക്കാർ മുഴുവനും ബുദ്ധിമുട്ടാക്കിയപ്പോൾ മദീന മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വാഗതം ചെയ്യാൻ അതാ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനയെ ഇസ്ലാമിൻ്റെ അടിത്തറയാക്കി. മദീനത്തുർ റസൂൽ, യസ്രിബ് എന്ന് പറയുന്ന ആ രാജ്യം മദീനത്തുർ റസൂലായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം കൊണ്ട് ആ മദീനയെ അള്ളാഹു അനുഗ്രഹിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹിജ്റ പ്രതീക്ഷയാണ്. ഈ ഹിജ്റയിൽ, ആ ഹിജ്റയുടെ വേളയിൽ സുറാഖത്തിന് എഴുതി കൊടുത്ത കിസ്റയുടെ കൈവളകൾ, അതിന് വിധങ്ങളുടെ വാക്കുകൾ പാലിക്കപ്പെട്ടു. ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചു. ഇസ്ലാമിൻ്റെ കീഴിൽ എല്ലാവരും വന്നു. മക്ക ഫത്ഹായി. അവസാന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞ് വഫാത്തായതിനു ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫയായി. ഖിലാഫത്ത് ഏറ്റെടുത്തു. ഉമർ റളിയല്ലാഹുവിൻ്റെ കീഴിൽ ഇസ്ലാം വ്യാപിച്ചു. ഇസ്ലാമിക സമൂഹം ശക്തമായ രീതിയിൽ അതിൻ്റെ വേരോട്ടം എല്ലാ രാജ്യങ്ങളിലേക്കും നടത്തി. ഇസ്ലാമിൻ്റെ കീഴിലായി. ഖിസ്റ ഇബ്നു ഹുർമൂസ് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് ധിക്കാരത്തോടുകൂടി പറഞ്ഞ അഹങ്കാരിയായ ഖിസ്റയെ കീഴ്പ്പെടുത്തി
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിസ്റയുടെ കൈവളകളുമായി മദീനത്തെ പള്ളിയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ വിളിച്ചു പറഞ്ഞൊരു സംഗതിയുണ്ട്, അയിന സുറാക്ക, എവിടെ സുറാക്കത്ത്? ആ സുറാക്കത്ത് മുസ്ലിമായി ആ മദീനത്ത് മസ്ജിദുൻ നബവിയിലെ ഒരു മൂലയിലിരിക്കുന്ന സുറാക്കത്ത് എഴുന്നേറ്റ് വന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സുറാക്കത്തിന് കൊടുത്ത ആ വാഗ്ദത്തം അവിടെ പാലിക്കപ്പെടുകയാണ്. സുറാക്കത്തിനോട് പറഞ്ഞ എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ എഴുതി തന്ന സംഗതി എവിടെ? സുറാക്കത്ത് തൻ്റെ കയ്യിൽ നിന്ന് ചുളുങ്ങിയ തുകൽ കഷണത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊണ്ട് എഴുതിപ്പിച്ച ആ എഴുത്ത് ഉമർ റളിയല്ലാഹു വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ കിസ്റ ഇബ്നു ഹുർമൂസിൻ്റെ കൈവളകൾ ബനൂ മുദ്ലജ് ഗോത്രത്തിലെ കാട്ടറബിയുടെ കൈകൾ അണിയിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും അൽഹംദുലില്ലാഹ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളെ വിളിച്ചു പറയുന്നുണ്ട്. സുറാഖത്തിനെ മദീനത്തെ തെരുവോരങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ മദീനത്തെ തെരുവോരങ്ങളിലൂടെ യാത്ര ചെയ്യിക്കണം സുറാഖത്തിന്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. ഏറ്റവും വലിയ ധിക്കാരിയായ കിസ്റ ഇബ്നു ഹുർമൂസിൻ്റെ കൈവളകൾ ബനൂ മുദ്ലജ് ഗോത്രത്തിലെ ഒരു സാധാരണക്കാരനായ അറബിയുടെ കൈകളിൽ അണിയിച്ചുകൊണ്ട് എൻ്റെ പ്രവാചകൻ്റെ പ്രതീക്ഷയുടെ വചനങ്ങൾക്ക് ആ ഒരു പുലർച്ച കാണിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തെ തെരുവോരങ്ങളിലൂടെ മുഴുവനും സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനെ നടത്തിച്ചു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹിജറ, പ്രതീക്ഷയാണ്. ഹിജറ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം അള്ളാഹു നൽകുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രതീക്ഷയുടെ ആ ഒരു സംഗതിയാണ് ഹിജറ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജറ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കണം, മഹാന്മാരായ സ്വഹാബത്തിനെ ഓർക്കണം. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു റോമിൽ നിന്ന് മക്കയിലെത്തിയതാണ്. അവിടെ വരുമ്പോൾ ഒന്നുമില്ല, വെറും കൈയോടെ വന്നു, കച്ചവടം ചെയ്തു, വലിയ ബിസിനസ്സുകാരനായി. ഹിജറ പോകുമ്പോൾ തൻ്റെ കയ്യിലൊതുങ്ങുന്ന സമ്പത്തുമായി പുറപ്പെട്ടപ്പോൾ അവിടെ വെച്ചുകൊണ്ട് കുറേശികൾ തടയുകയാണ്. സുഹൈബ് ഞങ്ങളുടെ നാട്ടിൽ വന്നത് ഒന്നുമില്ലാതെയാണ്, ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അവിടെ താൻ സമ്പാദിച്ച സമ്പത്ത് പോലും കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇത് മുഴുവൻ ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറ പോവുകയാണ്. സുഹൈബിൻ്റെ ഈ സംഭവം പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റബിഹ സുഹൈബിൻ്റെ കച്ചവടം എത്ര ലാഭമുള്ള കച്ചവടമാണ്. പ്രത്യക്ഷത്തിൽ നമുക്കെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന സുഹൈബിനാണ് കാണുന്നതെങ്കിലും അത് അള്ളാഹുവിൻ്റെ ആ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഹൈബ് നടത്തിയത് ഏറ്റവും നല്ല കച്ചവടമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനോമുകുരങ്ങളിൽ ഓർമ്മ വേണം പ്രിയപ്പെട്ടവർ. അതോടൊപ്പം നമ്മുടെ ആയുസ്സിൽ നിന്നൊരു വർഷവും കൂടെ കൊഴിഞ്ഞു പോയി എന്നുള്ള ചിന്തയും നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ ജീവിതത്തെയും പുനരവലോകനം ചെയ്ത് തഖ്വയോടെ തൗബയോടെ അടുത്തൊരു വർഷത്തെ വരവേൽക്കാനും ആ അടുത്ത വർഷത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പ്രേരകമാകുന്ന രീതിയിൽ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതോടൊപ്പം പുതുവർഷത്തിൽ നാം നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ അയൽവാസികളോടും നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും വിശാലതയോടെ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി വർത്തിക്കുകയും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അതോടൊപ്പം മുഹറം 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അതോടൊപ്പം എന്നാൽ അത് 10 വരെ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾ എന്തായിരുന്നാലും മുഹറം 9ലെയും 10ലെയും ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തുള്ള നോമ്പനുഷ്ഠിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച്
തഖ്വയോടെ ജീവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി ചൊല്ലിക്കൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.